ചാപ്റ്റർ 8 തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ചാപ്റ്റർ 7 നമ്മൾ പ്രോബബിലിറ്റിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, അതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി എന്താണെന്ന് വെച്ചാൽ, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധ്യത, ഏതിനാണോ സാധ്യത. അതായത് ഒരു ബോക്സിനകത്ത് ഒരുപാട് ബോൾസുകളുണ്ട്, ചുവന്ന ബോളുകളും കറുത്ത ബോളുകളും ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്നും ഒരു ബോൾ എടുക്കുകയാണെങ്കിൽ അത് ചുവപ്പാവാനുള്ള സാധ്യത എത്രയാണ്, ചാൻസ് ഉണ്ടോ? അതേപോലെ തന്നെ കറുപ്പാവാനുള്ള ചാൻസ് എത്രയാണ് എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഡൈസൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് 2 കിട്ടണം അല്ലെങ്കിൽ 6 കിട്ടണം, 6 കിട്ടാനുള്ള ചാൻസ് എത്രയാണ്, അതൊക്കെ നോക്കുന്നത് തന്നെയാണ് ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ കോയിൻസ് ഇടുന്ന സമയത്ത് അതിൽ ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്, അതൊക്കെ നോക്കുന്നതിന് എന്ത് പറയും? പ്രോബബിലിറ്റി എന്ന് പറയും. കഴിഞ്ഞ ചാപ്റ്റർ അതായിരുന്നു, ചാപ്റ്റർ 7 പ്രോബബിലിറ്റി. ദെൻ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒന്നാണ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ചാപ്റ്റർ 8. തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. പ്രോബബിലിറ്റിനകത്ത് നമ്മൾ പഠിച്ചത് അതിൻ്റെ സാധ്യത, അതായത് ഒരു കോയിൻസ് ഇടുന്ന സമയത്ത് ഹെഡ് കിട്ടാനുള്ള സാധ്യത 1/2 ആണ്. 2 സാധ്യതയിൽ ഒരു ചാൻസ് എന്താണ്, ഹെഡ് കിട്ടാനുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ കോയിൻസ് റിപ്പീറ്റ് ആയിട്ട് ഇടുക, 3, 4, 5 തവണയൊക്കെ ഇടുകയാണെങ്കിൽ അതിൻ്റെ സാധ്യത എത്രയാണ്? അതായത് ഒരു സംഭവം, ഒരു ഇവൻ്റ് എന്ന് പറയും അതിന്, ഓരോ എക്സ്പെരിമെൻറ്റിനും ഓരോ ഇവൻ്റ് എന്ന് പറയും. അപ്പോൾ ആ ഇവൻ്റ് റിപ്പീറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഡൈസ് ഇടുമ്പോൾ 6 കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ 1/6 ആണ്. 6 സംഖ്യകളിൽ ഒരു ചാൻസാണുള്ളത് 6 കിട്ടാനുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ അത് 10ഉം 12ഉം പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്തിടുകയാണെങ്കിൽ ഓരോ തവണയും അതിൻ്റെ ചാൻസ് നോക്കണം. അങ്ങനെ റിപ്പീറ്റേഷൻ വരുന്ന സമയത്താണ് ഈ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ആ ഒരു ടേം വരുന്നത്. ഇറ്റ് മേ ബി ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓർ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും ആവാം. ഓക്കെ, അപ്പോൾ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞാൽ ഒരു എമൗണ്ടിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ ചാൻസ് അങ്ങനെ പറഞ്ഞു. കണ്ടിന്യൂസ് പറഞ്ഞാൽ 1 മുതൽ 10 വരെ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇത് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നിട്ട് എഴുതി വെച്ചാൽ മതി. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. തിയററ്റിക്കൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ 3 വിധത്തിലാണുള്ളത്. അതതിൻ്റെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡ് വൺ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, തേർഡ് വൺ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളത്, അതിൻ്റെ പ്രോബ്ലംസും ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇതൊക്കെ പരീക്ഷയ്ക്ക് വരും എന്നുള്ളത് ഉറപ്പാണ്. ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട്, ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ സം ഓഫ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ബെർണോള്ളി റാൻഡം വേരിയബിൾ. ഈ ബെർണോള്ളി എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിറ്റീവ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിറ്റീവും ഉണ്ട് കണ്ടിന്യൂസും ഉണ്ടെന്ന് കുറച്ച് മുന്നേ പറഞ്ഞു തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷന്. അപ്പോൾ ഡിസ്ക്രിറ്റീവ് പറഞ്ഞാൽ ഓരോന്ന് വെച്ചിട്ട്, അതായത് ഫസ്റ്റ് പ്രാവശ്യം ഇട്ടപ്പോൾ എത്രയാണ്, രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടപ്പോൾ എത്രയാണ്, അങ്ങനെ നോക്കുന്നതാണ്, ഓരോ എമൗണ്ടിൽ നോക്കുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ 1 മുതൽ 10 വരെ, 10 മുതൽ 20 വരെ, അങ്ങനെ ഫ്രീക്വൻസി ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിനെ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷനകത്ത് നമ്മൾ ഡിസ്ക്രിറ്റീവ് മോഡലിലാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓരോന്ന് എടുത്തിട്ടായിരിക്കും നോക്കുന്നത്. അപ്പോൾ എക്സാമിന് വേണമെങ്കിൽ ഇതിൻ്റെ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാം, അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് തടി കൊടുത്തിട്ടുണ്ട്, റിക്വയർമെൻറ്റ്സ് ചോദിക്കാം. അപ്പോൾ അതിനൊക്കെ എഴുതേണ്ട പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഞാനിനി പറയാൻ പോകുന്ന പോയിൻറ്റ്സുകളാണ്, അതായത് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പോയിൻറ്റ്സുകൾ. ഫസ്റ്റ് വൺ, ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. സെക്കൻഡ് വൺ, ഇതിന് 2 പോസിബിൾ ഔട്ട്കം ഉണ്ടാവും. ഇപ്പോൾ ഒരു കോയിൻസ് ഇടുന്ന സമയത്ത് അതിന് ഹെഡ് കിട്ടാം, ടൈല് കിട്ടാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ഹെഡാണ്. ഹെഡ് എത്രത്തോളം കിട്ടും? ഫസ്റ്റത്തെ ഇടുമ്പോൾ ഹെഡ് എത്ര കിട്ടും? ഹെഡ് കിട്ടാനുള്ള ചാൻസ് ഒരു ചാൻസ് ഉണ്ട്, അതിനെന്ത് പറയും? സക്സസ്. മറ്റേത് എന്താ? ഫെയിൽ. അപ്പോൾ 2 പോസിബിൾ ഔട്ട്കമുള്ള കേസിൽ മാത്രമേ നമ്മൾ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുള്ളൂ.
ഒരു പരീക്ഷയ്ക്ക് തോൽക്കുക, ജയിക്കുക, ഫെയിൽ ആൻഡ് സക്സസ്. അപ്പോൾ അത് 2 പോസിബിൾ ഔട്ട്കമാണുള്ളത്, 2 ചാൻസുകളല്ലേ ഉള്ളത്, പ്രോബബിലിറ്റി അല്ല. പ്രോബബിലിറ്റി പറഞ്ഞാൽ ചാൻസ്, വരാനുള്ള ചാൻസ്. അപ്പോൾ അങ്ങനെ 2 ഔട്ട്കമുള്ളിടത്ത് മാത്രമേ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുള്ളൂ. ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സ്പെരിമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഫിനിറ്റ് നമ്പർ ഓഫ് റിപ്പീറ്റഡ് ട്രയൽസ്. ഒരു വ്യക്തമായിട്ടുള്ള നമ്പറിലുള്ള എക്സ്പെരിമെൻ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ കോയിൻസിലാണെങ്കിൽ 2 നമ്പറുള്ള എക്സ്പെരിമെൻ്റ് ആണ്. ഇപ്പോൾ വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ പരീക്ഷ എഴുതുകയാണെങ്കിലൊക്കെ അങ്ങനെ എല്ലാ കാര്യത്തിനും എന്തുണ്ടാവും, നമുക്ക് വ്യക്തമായിട്ടുള്ള നമ്പർ ഉണ്ടാവും. അത് റിപ്പീറ്റ് ചെയ്യുമായിരിക്കും ചെയ്യാം. അത് ഒരു പ്രാവശ്യമല്ല ഇടുക, 2ൽ കൂടുതൽ പ്രാവശ്യം ആ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോഴാണ് അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്യാം. ഓക്കെ, ഒരു കോയിൻസ് ഇടുകയാണെങ്കിൽ അത് ഒരു തവണ ഇട്ടാൽ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്യേണ്ട ആവശ്യമില്ല. സാധാ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച പോലെ പ്രോബബിലിറ്റി കണ്ടാൽ മതി. ഇത് 2ൽ കൂടുതൽ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതൊരു കാര്യത്തിനും എന്തുണ്ട്, 2 വശങ്ങളിൽ 2 പോസിബിൾ ഔട്ട്കം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്കത്തിന് പറയുന്ന പേര് പിയും മറ്റേൻ്റെ പേര് ക്യൂ ആണ്. അങ്ങനെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ കാണിക്കാറ്. ഓക്കെ, അതായത് സക്സസ് ഓർ ഫെയിലിയർ. അടുത്ത് നമുക്ക് പറയാൻ പറ്റിയത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും ഓരോ ട്രയലും. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കോയിൻസ് ഒരു പ്രാവശ്യം ഇട്ടു, അത് വേറെ. അടുത്ത കോയിൻസ് വീണ്ടും സെയിം കോയിൻസ് വീണ്ടും ഇടുകയാണെങ്കിൽ അത് തമ്മിൽ പ്രത്യേകിച്ച് കണക്ഷനൊന്നും ഉണ്ടായിരിക്കരുത്, ഡിപ്പെൻഡ് ആയിരിക്കരുത്. അതായത് ഒരു പ്രാവശ്യം ഇടുമ്പോൾ ഹെഡ് കിട്ടിയാൽ പിറ്റത്തെ പ്രാവശ്യം ടൈല് കിട്ടണം, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിൽ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റില്ല, അത് ഡിപ്പെൻഡ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ എല്ലാ ട്രയലും എത്ര പ്രാവശ്യം ഇടുന്നോ അത്ര പ്രാവശ്യവും എന്തായിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അത് ട്രയൽ ആവണം. ഈ കോയിൻസിൻ്റെ കേസ് മാത്രമല്ല, എക്സാമാണ്. ഇപ്പോൾ 6 എക്സാം എഴുതുന്നുണ്ട്, 6 എക്സാമിൽ ജയിക്കാനുള്ള സാധ്യത നോക്കുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ആ എക്സാം സെയിം എക്സാം 6 പ്രാവശ്യം എഴുതുന്ന ആ കേസാണ്, ഒരുപാട് എക്സാം എഴുതുന്ന കേസല്ല. അപ്പോൾ ഒരു പ്രാവശ്യം എഴുതുമ്പോൾ എത്രയാണ് സാധ്യത, രണ്ടാമത്തെ പ്രാവശ്യം എഴുതുമ്പോൾ. അപ്പോൾ ഒരു പ്രാവശ്യം എഴുതിയിട്ട് രണ്ടാമത്തെ പ്രാവശ്യം എഴുതുമ്പോൾ കുറച്ചുകൂടി സാധ്യത കൂടുതലാണ്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് ഡിപ്പെൻഡഡ് ആയി. ഓക്കെ, അങ്ങനെ കണക്ഷൻ വരുമ്പോൾ എന്തായി, ഡിപ്പെൻഡൻ്റ് ആയി. അങ്ങനത്തെ കേസിൽ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയി ട്രയൽ എപ്പോഴും എന്തായിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ മാത്രം നമുക്ക് കൺസിഡർ ചെയ്താൽ മതി ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഈ കാണുന്നത് ഒരു പ്രോബ്ലമാണ്. അത് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ 2 ഫോമിൽ ചെയ്യാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് വണ്ണാണ് പാസ്കൽസ് ട്രയാങ്കിൾ. നമ്മളുടെ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുവരുന്നത് തന്നെ ബ്ലെയ്സ് പാസ്കലാണ്. അതൊരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ ഓർ ഫിലോസഫറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ട്രയാങ്കിൾ രൂപത്തിലുള്ള ഒരു കാൽക്കുലേഷനാണ് നമുക്കവിടെ കാണാൻ സാധിക്കും. ഈ ഒരു കാൽക്കുലേഷന് അതാണ് ഫസ്റ്റ് ഒരു മെത്തേഡ്. സെക്കൻഡ് മെത്തേഡാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ ഫോർമുല. അടിയിൽ 2 എന്നിട്ട് എഴുതിയിട്ടുണ്ട്. അതിനെ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യാനുള്ളതാണ്. PR = NCR PR Q n-R എന്നുള്ള ഈ ഫോം. ഈ 2 രൂപത്തിൽ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഒരു 2 പ്രോബ്ലംസ് ഞാൻ ചെയ്ത് കാണിക്കും. എന്നിട്ട് നിങ്ങൾ 2 പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഹോംവർക്കായി തരും. നിങ്ങളത് ചെയ്ത് എനിക്ക് അയച്ചു തരണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കാർത്തിക് appear for 6 examination and the probability of passing each examination is 2/3. How can we appear a binomial distribution for this situation? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് പാസ്കലിൻ്റെ ട്രയാങ്കിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ടും ബൈനോമിയൽ എക്സ്പാൻഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. കാർത്തിക് 6 എക്സാമുകൾ ചെയ്യുന്നുണ്ട്. അതിൽ പാസ്സാവാനുള്ള ഓരോ എക്സാമും പാസ്സാവാനുള്ള സാധ്യത പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/3 ആണ്. 3 2 എന്ന രൂപത്തിൽ പാസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് കാണാനുള്ളത്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കാണുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഓരോ ട്രയലും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഓക്കെ, ഇവിടെ 6 എക്സാം ഉണ്ട്. 6 എക്സാമും പ്രത്യേകിച്ച് കണക്ഷനൊന്നും ഇവിടെ പറയുന്നില്ല.
ഓക്കെ, ഓരോ എക്സാമിനും സെപ്പറേറ്റ് ഉള്ള സാധ്യത 2/3 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെപ്പറേറ്റ് തന്നെയാണ്. അപ്പോൾ അതൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റിയ പ്രോബ്ലമാണ്. രണ്ടാമത്തെ കാര്യം, 2 പോസിബിൾ ഔട്ട്കം ഉണ്ടായിരിക്കണം. അതിന് പറയുന്ന പേരാണ് ബെർണോളി ട്രയൽ. അങ്ങനെ പേരാണ് പറയാം. അപ്പോൾ 2 പോസിബിൾ ഔട്ട്കം ആണ് ഇവിടെ പാസ് ഓർ ഫെയിൽ. ഈ 2 പോസിബിൾ ഔട്ട്കം തന്നെ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്യാൻ പറ്റിയ പ്രോബ്ലമാണ്. മൂന്നാമത്തെ കാര്യം, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ട്രയൽ ഉണ്ടായിരിക്കണം. അതായത് ഇവിടെ 6 തവണ എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ 6 പ്രാവശ്യം ഉള്ളത് കൊണ്ട് തന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്യാൻ സാധിക്കും. ഒരൊറ്റ എക്സാമിനേഷനെ കുറിച്ചാണെങ്കിൽ നമുക്കിത് ചെയ്യാൻ സാധിക്കില്ല ബൈനോമിയലിനകത്ത്. ഓക്കെ, ഇവിടെ ഓരോ എക്സാമിനും ജയിക്കാനുള്ള സാധ്യത 2/3 ആണ്. അതിൽ വ്യത്യാസമില്ല. അതാണ് ഇതിനെ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാൻ കാരണം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ നാലാമത്തെ കാര്യമാണ് ഈ പറയുന്നത് പാസ്. പറഞ്ഞാൽ PA, ഫെയിൽ എന്ന് പറയുമ്പോൾ Q ആണ് നമ്മൾ കാണിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാസ് എന്ന് പറയുന്നത് ഓരോ ട്രയലും സെയിം ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ 4 കാര്യം, അത് ഇവിടെ സെയിം ആണ്, 2/3 ആണല്ലോ ഓരോ എക്സാമിനും. അപ്പോൾ ഇങ്ങനെ 4 കാര്യങ്ങൾ ഒരു പ്രോബ്ലം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം, ഓക്കെ ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്യേണ്ട പ്രോബ്ലമാണെന്ന്. അപ്പോൾ നമുക്കിതിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്യാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനകത്ത് പാസ്കൽസ് ട്രയാങ്കിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് n+1th റോ. ഓക്കെ, ദെൻ ഈ ഇക്വേഷൻ, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളുടെ എക്സാമ്പിൾ, ഫസ്റ്റത്തെ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ Karthik appeared for 6 examination and the probability of passing each examination is 2/3. How can we prepare a binomial distribution for this situation? അപ്പോൾ കാർത്തിക് 6 എക്സാമുകളാണ് ചെയ്യുന്നത്. അതിൽ തീർച്ചയായും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു പിയും ക്യൂവും ഉണ്ടാവും. പി എന്ന് പറഞ്ഞാൽ സക്സസ് ആയിരിക്കും, ക്യൂ എന്ന് പറഞ്ഞാൽ ഫെയിൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പി എന്ന് പറയുന്നത് ഇവിടെ 2/3 ആണ് പാസ് ചെയ്യാനുള്ള ചാൻസ്. പ്രോബബിലിറ്റി ഓഫ് പാസിങ് ഈച്ച് എക്സാമിനേഷൻ, ഓരോ എക്സാമിനേഷനും പാസ് ആവാനുള്ള സാധ്യത 2/3 ആണെന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2/3 എന്ന് പറഞ്ഞാൽ പി ആണ്. ഓക്കെ, അപ്പോൾ പാസ്സാവാനുള്ള സാധ്യത 2ൽ 3 ആണെങ്കിൽ തോൽക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 3ൽ 1 ആണ്. ഓക്കെ, 3ൽ 2 ഭാഗം പാസ്സാവാനാണെങ്കിൽ ബാക്കിയുള്ള 1 ഭാഗം ഫെയിൽ ആവാൻ. അപ്പോൾ നമുക്ക് പിയും ക്യൂവും കിട്ടി. ഈ 6 എന്ന് പറയുന്നത് 6 എക്സാമിനേഷൻ ആണുള്ളത്. അപ്പോൾ 6 എന്ന് പറയുന്നത് n ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടതുപോലെ പാസ്കൽസ് ട്രയാങ്കിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാ ട്രയാങ്കിൾ വരക്കാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ബോക്സ് വരയ്ക്കുന്നു. എല്ലാ ക്വസ്റ്റിനും ഒരേപോലെയാണ് ട്രയാങ്കിൾ വരക്കുക. ഇങ്ങനെ ഓരോ റോകൾ ഇങ്ങനെ വരച്ചുണ്ടാക്കും. ഓക്കെ, അപ്പൊ എത്ര റോകൾ വരക്കാനുണ്ട് എന്നുള്ളത് ഇവിടെ ഇത് വെച്ചിട്ടാണ് നോക്കുക. n+1th റോ. അപ്പൊ n എന്ന് പറയുന്നത് 6 ആണ്. 6+1 എന്ന് പറയുന്നത് 7. 7 റോ വരെ വരക്കണം. ഓക്കെ, 1 2 3 4 5 6 7 റോ വരക്കാൻ നിൽക്കണം. അപ്പോൾ ഇവിടെ 1 കൊടുത്തു. എല്ലാ അറ്റത്തും 1 1 1 കൊടുക്കണം, എല്ലാ അറ്റങ്ങളിലും. ഓക്കെ, ദെൻ ഇവിടെ 1 1 2, 1 + 2 3, 2 + 1 3, 1 + 3 4. ഇങ്ങനെയാണ് ഈ ഒരു ഇത് ഫില്ല് ചെയ്യാറ്. ഓക്കെ, 3 + 3 6, 3 + 1 4, 1 + 4 5, 4 + 6 10, 6 + 4 10, 4 + 1 5. ഓക്കെ,
1 + 5 6, 5 + 10 15, 10 + 10 20, 10 + 5 15, 5 + 1 6. അപ്പോൾ ഈ കിട്ടിയ ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്. ഈ റോയിൽ വരുന്ന ഐറ്റംസ് എടുക്കാൻ വേണ്ടിയാണ് ഇത്രയും ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. P + Q N = ഇവിടെ N C N എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ഈ ഇത്രയും ഐറ്റത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഈ ഓരോ ഐറ്റംസും കൊടുക്കണം. ഓക്കെ, എൻ സി എൻ എന്ന് എഴുതിയെടുത്ത് ഇപ്പോൾ 1 കൊടുക്കുക. ഫസ്റ്റ് 1 കൊടുക്കുക. ദെൻ പി എന്ന് പറയുന്നത് ഓക്കെ പി എൻ എന്ന് പറയുന്നത് 6 ആണ്. ക്യൂ 0. ഓക്കെ, ഇത്രയും പോർഷനാണ് ഇപ്പം ഇവിടെ എഴുതിയത്. 1 എന്ന് പറയുന്നത് എൻ സി എൻ എന്നുള്ളിടത്തൊക്കെ ഓരോ ഐറ്റംസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ 1 കൊടുത്തു. പി എൻ എന്ന് പറയുന്നത് 6 ആണ് അല്ലേ? അപ്പോൾ 6Q0 പ്ലസ് എൻ സി എൻ -1 ഇത്രയും പോർഷൻ്റെ അവിടെ എന്ത് കൊടുക്കണം? അടുത്ത സംഖ്യ കൊടുക്കാം. അപ്പോൾ ഈ ട്രയാങ്കിൾ വരയ്ക്കുന്നതുകൊണ്ട് ഈക്വേഷൻ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ എൻ സി എൻ -1 എന്നുള്ളിടത്ത് 6 ആണ് അതിന്റെ ഉത്തരം. അത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വരച്ചുകൊണ്ട് കാണാൻ സാധിച്ചു. അപ്പോൾ പി എന്ന് എഴുതിയിട്ട് എൻ -1 n പറഞ്ഞ 6 ആണ്. 6 - 1 എന്ന് പറയുന്നത് 5. ഓക്കെ, അതേപോലെ Q1 പ്ലസ് എൻ സി എൻ -2 ഇത് മൊത്തം മാറ്റിയിട്ട് അവിടെ ഈ സംഖ്യ കൊടുക്കാം. അതിന് ഉത്തരം 15 ആണ്. ഓക്കെ, 15 പി എൻ -2 എന്ന് പറയുന്നത് 6 - 2 എത്രയായിരിക്കും? 4. Q2 Q ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. 1 2 3 അങ്ങനെയാണ് പോവുക. ഓക്കെ, പ്ലസ് എൻ സി എൻ -3 എന്നുള്ള ഈ പോർഷൻ്റെ അവിടെ എന്ത് കൊടുക്കണം? 20 കൊടുക്കണം നമ്മൾ. 20. അപ്പം ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇത് കൊടുക്കാനുള്ളതാണ്. 20 കൊടുത്തു. ദെൻ പി എൻ -3 n -3 പറഞ്ഞാൽ 6 - 3 തന്നെ വരും. ഓക്കെ, Q3 പ്ലസ് അങ്ങനെ അങ്ങ് തുടർന്ന് പോകാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 7ാമത്തെ റോ ആയതുകൊണ്ട് ഇനി നമുക്ക് 3 കൂടി ഉണ്ട്. 8ാമത്തെ റോ ആണെങ്കിൽ ഇനിയും ഐറ്റംസ് വന്നിരുന്നു. ഓക്കെ, അങ്ങനെ എത്ര ഐറ്റംസ് ഉണ്ടോ അത്രയും നമ്മൾ എഴുതിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ അടുത്തത് ഇനി 15 ആയിരിക്കും. 15 ഇവിടെ 3 അല്ലേ വന്നത്, അടുത്തത് അപ്പോൾ 2 ആയിരിക്കും. P2 അങ്ങനത്തെ തന്നെ വന്ന് ഇവിടെ പിക്ക് 6 വന്നു, പിന്നെ 5 വന്നു, പിന്നെ 4 3 പിന്നെ 2 വരെ. ഓക്കെ, അതേപോലെ തന്നെ Q3 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അടുത്ത് 4 പ്ലസ് അടുത്ത 6 വെച്ചിട്ട് എഴുതണം. 6 പി എത്ര വരെ? 2 വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത് 1 ആണ്. Q കൂടുകയാണ് ചെയ്യുക. Q എന്ന് പറഞ്ഞാൽ 5 ആണ്. പ്ലസ് അടുത്ത 1 വെച്ചിട്ട് എഴുതാം. 1 പി 0 ആണ്. അപ്പോൾ നമുക്ക് പി എഴുതേണ്ട ആവശ്യം തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ Q എന്ന് പറയുന്നത് 6. ഓക്കെ, അതേപോലെ തന്നെ ഈ ഫസ്റ്റത്തെ ഇതുവരെ എഴുതിയാൽ മതി, കഴിഞ്ഞു. അപ്പോൾ ഈ ഫസ്റ്റത്തെ അതേപോലെ Q0 ആണ്, അത് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ 1P6 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. എൻഡ് ചെയ്യുന്നത് 1Q6 ആയിരിക്കും. ഏത് ഇക്വേഷനും നമുക്കിങ്ങനെ എഴുതി കഴിഞ്ഞാലും ഇങ്ങനെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, ഇങ്ങനെ ആയിരിക്കും എൻഡ് ചെയ്യുക. അതാണ് ഈ ഒരു ഇക്വേഷന്റെ വേറൊരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കാണാം. P1 നമുക്കിവിടെ കാണുന്നില്ലേ? ഓക്കെ, PQ ഹോൾ N എന്ന് പറയുന്നത് 6 ആണ്. അവിടെ 6 ഇടാം. ഓക്കെ, ഈക്വൽ ടു 1 ഈ 1 ഇൻറ്റു പി എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്? 2/3 ആണ്. ഓക്കെ, 2/3 ഹോൾ 6 കറക്റ്റായില്ലേ? പ്ലസ് 6 ഇൻറ്റു
2/3 5. പിന്നെ ക്യൂ എന്ന് പറയുന്നത് 1/3 ആണ്. ഓക്കെ, ഇൻറ്റു 1/3 1 പ്ലസ് ആ ക്യൂവിൻ്റെയും പിൻ്റെ അവിടെ വാല്യൂ കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 15 പി എന്ന് പറയുന്നത് 2/3 4 ഇതാണ് ചെയ്യുന്നത് കേട്ടോ. ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് 1/3 2 പ്ലസ് 20 ഇൻറ്റു ഇതൊക്കെ ഇൻറ്റു ആണ്, ഇൻറ്റു 20 ഇൻറ്റു 2/3 ഹോൾസ് ക്യൂബ് ഇൻറ്റു 1/3 ക്യൂബ് പ്ലസ് 15 പി 2 ആ വരുന്നത്. ഓക്കെ, ഇൻറ്റു 2/3 ഹോൾ സ്ക്വയർ ഇൻറ്റു 1/3 ഹോൾസ് 4 പ്ലസ് 6 ഇവിടെ എത്തിയിട്ടോ നമ്മൾ 2/3 ഹോൾസ് 1 ഇൻറ്റു 1/3 ഹോൾസ് 5 പ്ലസ് 1/3 ഹോൾസ് 6 1 ഇൻറ്റു എല്ലാ പിൻ്റെയും ക്യൂവിൻ്റെയും സ്ഥാനത്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞു. വീണ്ടും വാല്യൂകൾ എഴുതിയിട്ടുണ്ട്. അതായത് 1 ഇൻറ്റു 2/3 ഹോൾ 6 അതിനെ നമ്മൾ 64/729 കിട്ടും. കാരണം 2നെ 6 പ്രാവശ്യം ഗുണിക്കും. ഇങ്ങനെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 അങ്ങനെ കാണുമ്പോൾ നമുക്ക് 64 കിട്ടും. അതേപോലെ 3നെ 6 പ്രാവശ്യം ഗുണിക്കും. 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു അങ്ങനെ. അപ്പോൾ 729 കിട്ടും. അപ്പോൾ 1 ഇൻറ്റു 64/729 പ്ലസ് അതേപോലെ തന്നെ 2നെ 5 പ്രാവശ്യം ഗുണിച്ചിട്ടും 3നെയും 5 പ്രാവശ്യം ഗുണിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ 1/3 തന്നെയാണ്, ഒരു പ്രാവശ്യം ഗുണിക്കാനുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ 2നെ 4 പ്രാവശ്യം 3ന് 4 പ്രാവശ്യം, അപ്പോൾ 16ഉം 81 കിട്ടും. 1നെ 2 പ്രാവശ്യം 3നെ 2 പ്രാവശ്യം, അങ്ങനെ 1/9 കിട്ടും. പിന്നെ 2നെ 3 പ്രാവശ്യം 3നെ 3 പ്രാവശ്യം, അപ്പോൾ 8/27. 1നെയും 3നെയും 3 പ്രാവശ്യം വേണം, അപ്പോൾ 1/27. 1നെ എത്ര പ്രാവശ്യം ഗുണിച്ചാലും 1 തന്നെയല്ലേ കിട്ടുക. പിന്നെ അടുത്തത് 2നെ 2 പ്രാവശ്യം 4, 3നെ 2 പ്രാവശ്യം 9, 1നെ 4 പ്രാവശ്യം 1നെ 3നെ 4 പ്രാവശ്യം 81. ഇത് രണ്ടിനെയും ഒരു പ്രാവശ്യം ചെയ്യുന്നത്, അതുകൊണ്ട് അതേ സംഖ്യ തന്നെ വന്നു. ഓക്കെ, ദെൻ 1നെ 5 പ്രാവശ്യം 3നെ 5 പ്രാവശ്യം, അപ്പോൾ 1/2 4 3. ദെൻ ഇവിടെ ഇതിന് 2നെ 6 പ്രാവശ്യമാണ്, അപ്പോൾ 1/3നെ 6 പ്രാവശ്യം 7 2 9. അപ്പോൾ ഇത്രയും നമ്മൾ എടുത്തതിന് ശേഷം ഇത് രണ്ടിനും ഹരിക്കുമ്പോൾ നമുക്ക് 0.0879 കിട്ടും. ഓക്കെ, പ്ലസ് ഇത്രയും ഇതിനെ ഹരിച്ചതിന് ശേഷം തമ്മിൽ ഗുണിച്ചതിന് ശേഷം അതിനെ 6 കൊണ്ട് വീണ്ടും ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 0.26337 കിട്ടും. ഓക്കെ, പ്ലസ് അടുത്തത് ഇത് രണ്ടും ഹരിച്ചതിന് ശേഷം ഇതും ഹരിച്ചതിന് ശേഷം ഇത് രണ്ടും ഗുണിക്കുക, അതിൻ്റെ കൂടെ 15 കൂടി അതിനെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 0.32922 കിട്ടും. പ്ലസ് അടുത്തത് 8നെ 27 കൊണ്ട് ഹരിച്ചിട്ട് 1നെ 27 കൊണ്ട് ഹരിച്ചിട്ട് ഇത് രണ്ടും ഗുണിക്കുക, ദെൻ 20 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 0.21948 കിട്ടും. ഓക്കെ, ദെൻ ഇത് രണ്ടും ഗുണിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും 15 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 0.08231 കിട്ടും. ഓക്കെ, ദെൻ 2/3 ഇൻറ്റു 1/3
243യും കൂടി ഗുണിച്ച് കഴിഞ്ഞിട്ട് 6 കൊണ്ട് വീണ്ടും ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 0.01646 കിട്ടും. ദെൻ 1/729 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.00137 കിട്ടും. അങ്ങനെ ഈ എമൗണ്ടുകളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന 7 നമ്മൾ ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെയാണ് 2നെ 6 പ്രാവശ്യം 3നെ 6 പ്രാവശ്യം ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 64/729 കിട്ടും. ഓക്കെ, ഈ 729 എല്ലാത്തിൻ്റെയും അടിയിൽ ടോട്ടൽ ചെയ്താൽ കിട്ടുന്നത്. അതായത് 2, 4, 3 × 3 ചെയ്ത് കഴിഞ്ഞാൽ 729 കിട്ടുക. അതേപോലെ തന്നെ 81 × 9 ചെയ്ത് കഴിഞ്ഞാൽ 729 കിട്ടുക. അതേപോലെ തന്നെ 27 × 27 ചെയ്ത് കഴിഞ്ഞാൽ 729 കിട്ടുക. ദെൻ 9 × 81 ചെയ്ത് കഴിഞ്ഞാലും 729 കിട്ടുക. അതേപോലെ തന്നെ 3 × 243 ചെയ്ത് കഴിഞ്ഞാലും 729 കിട്ടുക. ഇവിടെ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി 729 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് P + Q ഹോൾ 6/1 എന്നായിരിക്കും ആൻസർ കിട്ടും. രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാണ് ബൈനോമൽ എക്സ്പാൻഷൻ ഫോർമുല ഉപയോഗിച്ചിട്ട്. അതാവുമ്പോൾ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. PR = NCR PR QN - R. ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. ഇവിടെയുണ്ട് n+th റോ, നേരത്തെ അവിടെ ചെയ്ത പോലെ ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ കാർത്തിക് 6 എക്സാമ്പിളാണ് ചെയ്യുന്നത്. P എന്ന് പറയുന്നത് 2/3 ആണ്, Q എന്ന് പറയുന്നത് 1/3 ആണ്. അതായത് ഒരു പരീക്ഷ ജയിക്കാനുള്ള ചാൻസ് 2/3 തോൽക്കാനുള്ള ചാൻസ് 1/3 ആണ്. ഓക്കെ, അപ്പോൾ 6 എന്ന് പറയുന്നത് n ആണല്ലോ, നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഒരു ടേബിൾ വരയ്ക്കുകയാണ് ചെയ്യാം. ഇവിടെ നമ്മൾ എന്ത് എഴുതിക്കണം? ഫസ്റ്റ് കോളത്തിൽ കാൽക്കുലേഷൻ ഓഫ് പ്രോബബിലിറ്റീസ് of dash possible outcomes. ഇവിടെ എത്ര പോസിബിൾ ഔട്ട്കംസ് ഉണ്ട് എന്ന് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു n+1th റോ വെച്ചിട്ടാണ് നോക്കുക. അതായത് 6 + 1 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 7 പോസിബിൾ ഔട്ട്കംസ്. ഇതാണ് ഫസ്റ്റ് എഴുതേണ്ടത്. അതിനുശേഷം 6 കോളംസ് വരക്കണം നമുക്ക്. ഫസ്റ്റ് 1. അപ്പോൾ ടേബിളിൽ എഴുതാനുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. കാൽക്കുലേഷൻ ഓഫ് പ്രോബബിലിറ്റി ഓഫ് 7 പോസിബിൾ ഔട്ട്കംസ്. ഫസ്റ്റത്തെ കോളത്തിൽ പോസിബിൾ ഔട്ട്കംസ് ആണ് എഴുതേണ്ടത്. രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ എഴുതേണ്ടത് ക്വസ്റ്റ്യൻ അനുസരിച്ചാണ്. ഇവിടെ നമ്പർ ഓഫ് എക്സാംസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് എക്സാംസ്, ഇവിടെ പിയും ക്യൂ എഴുതാനുള്ള കോളങ്ങളാണ്. അപ്പോൾ അതായത് പി എന്ന് പറയുന്നത് പാസ്സായതും ക്യൂ എന്ന് പറയുന്നത് ഫെയിൽ ആയതുമാണ്. അപ്പോൾ ഇവിടെ പാസ്ഡ്, ഇവിടെ ഫെയിൽഡ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് എക്സാംസ് പാസ്ഡ്, ഫെയിൽസ്. ഇത് ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറ്റം വരും. ഇപ്പോൾ ടോയ്സ് ഇത് കോയിൻ ഇടുകയാണെങ്കിൽ നമ്മളിവിടെ നമ്പർ ഓഫ് കോയിൻസ് ഹെഡ് ഓർ ടൈല്. അപ്പോൾ ഇവിടെ ഹെഡ് വരും, ഇവിടെ ടൈല് വരും. അങ്ങനെ
അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് 2 ഔട്ട്കമാണ് ഉണ്ടായിരിക്കുക. ആ 2 ഔട്ട്കം ഇവിടെയാണ് എഴുതി വെക്കേണ്ടത്. അടുത്ത ഫോർമുല എഴുതാനുള്ളതാണ്, ഈ ഒരു ഫോർമുല എഴുതാനുള്ളതാണ്. അതേപോലെ തന്നെ അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നു, പ്രോബബിലിറ്റി കാണുന്നു, ഫ്രീക്വൻസി കാണുന്നു. ഈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഈ പ്രോബബിലിറ്റി പി ആറിനോട് കൂടി ഒരു കാര്യം ഇൻഡു ചെയ്യുന്നതാണ്. എന്താണ് ഈ ഡാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ 6 എക്സാം ഒരു പ്രാവശ്യമേ ചെയ്യുന്നുള്ളൂ. സോ ഇവിടെ 1 ചിലപ്പോൾ ഈ കോയിൻസ് 2 കോയിൻസ് 100 പ്രാവശ്യം ഇട്ടു എന്നാണെങ്കിൽ ഇവിടെ 2 വരും. ഓക്കെ, ഇവിടെ 100 ആയിരിക്കും വരിക. അപ്പോൾ നമ്മളിവിടെ 100 എഴുതും. എത്ര പ്രാവശ്യം എന്നുള്ളതാണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഈ പ്രോബബിലിറ്റി എന്നുള്ള ആൻസർ ഇൻറ്റു എത്ര പ്രാവശ്യം ചെയ്യുന്നുണ്ട്. ഇവിടെ 6 എക്സാം ഒരു പ്രാവശ്യമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 1 ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പോസിബിൾ ഔട്ട്കംസിൻ്റെ അവിടെ നമ്പറാണ്, നമ്പർ ഓഫ് 1. അത് എത്ര വരെ നമ്പർ എഴുതണം എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. 7 പോസിബിൾ ഔട്ട്കംസ്, n+1, 6+1. അപ്പോൾ നമ്പർ 2, നമ്പർ 3, നമ്പർ 4, നമ്പർ 5, നമ്പർ 6, നമ്പർ 7. ഓക്കെ, ഇപ്പോൾ ഇവിടെ പിയും കൂടി കാണിക്കാം കേട്ടോ. പി എന്ന് പറഞ്ഞിട്ടും കൂടി അതിൻ്റെ കൂടെ കാണിക്കാം. പി എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് 6 ആയിരിക്കും ഫസ്റ്റ്, പിന്നെ 5 ആയിരിക്കും. പി എന്ന് പറയുന്നത് 4 ആയിരിക്കും ഇവിടെ. പി എന്ന് പറയുന്നത് 3 ആയിരിക്കും. പി എന്ന് പറയുന്നത് 2 ആയിരിക്കും. പി എന്ന് പറയുന്നത് 1 ആയിരിക്കും. പി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് 1 മുതൽ 7 വരെയുള്ള ഔട്ട്കംസ് ആണുള്ളത്. അപ്പോൾ 7 വരെ എഴുതി വെക്കുന്നു. ദെൻ അതിൻ്റെ കൂടെ പിയും കൂടി കാണിക്കുമ്പോൾ പി എന്നിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് 6, 5, 4, 3, 2, 1, 0. ലാസ്റ്റ് എത്തുമ്പോഴേക്ക് തീർച്ചയായും ഏതൊരു ക്വസ്റ്റ്യനും 0 വരിക. പി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ P6 പ്രോബബിലിറ്റി 6 6 കേസിലാണ് നോക്കുന്നത്. അപ്പോൾ ഈ 6 കേസിൽ 6ഉം പാസ്സാവാനുള്ള ചാൻസ്, ഇപ്പോൾ പാസ്ഡിൻ്റെ അവിടെ 6ഉം പാസ്സാവാനുള്ള ചാൻസ് 6 തന്നെ. 6നും പാസ്സായി കഴിഞ്ഞാൽ ഫെയിൽ ആളുടെ 0 ആയിരിക്കും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കേസ് 5 പാസ്സാവാണ്, അപ്പോൾ 1 ഫെയിലായിരിക്കും. അടുത്തത് 4 പാസ്സാവുകയാണെങ്കിൽ 2 ഫെയിലായിരിക്കും. അപ്പോൾ 3 പാസ്സാവുകയാണെങ്കിൽ 3 ഫെയിലായിരിക്കും. അപ്പോൾ 6 മൊത്തം ഉള്ളത്. ഓക്കെ, 2 പാസ്സാവുകയാണെങ്കിൽ 4 ഫെയിലായിരിക്കും. 1 പാസ്സാവുകയാണെങ്കിൽ 5 ഫെയിലായിരിക്കും. 0 ഒന്നും പാസ്സാവുന്നില്ലെങ്കിൽ 6ഉം ഫെയിലായിരിക്കും. ഇങ്ങനെ ഈ ഒരു കോളും എഴുതാൻ പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഫോർമുല ചെയ്യാം. ഫോർമുല എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഇവിടെ എഴുതാവേ. NCR ഇൻറ്റു PR ഇൻറ്റു QN-R. അപ്പോൾ NCR 6 ആണ് n എന്ന് പറയുന്നത്. 6 ഇവിടെ n എന്ന് പറയുന്നത് 6 അല്ലേ. അപ്പോൾ 6 CR എന്ന് പറയുന്നത് 6 തന്നെയാണ്. ഓക്കെ, അപ്പോൾ NCR ഇൻറ്റു PR. പി എന്ന് പറയുന്നത് 2/3 ആണ്. സോറി, കാൽക്കുലേഷൻ ഇപ്പോൾ തന്നെ ചെയ്യണമെന്നില്ല, ഏതായാലും ചെയ്യുക. PR 6 ഇൻറ്റു Q എന്ന് പറയുന്നത് N-R ആണ്. അപ്പോൾ n എന്ന് പറയുന്നത് 6 ആണ്, മറ്റേ 6 എന്ന് പറയുന്നതും 6 തന്നെയാണ്. അപ്പോൾ -R, N-R, 6 -R. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 6 എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സംഖ്യകളാണ്. 6 എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 6 എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ചെറിയ 6 ആണ്. ഇത് ഈ റോളിൽ വരുന്നതാണ് ഈ 6. ഓക്കെ, അപ്പോൾ അടുത്തതിൻ്റെ ഇക്വേഷൻ ഫോർമുല എഴുതാം.
NCR ഇൻറ്റു PR ഇൻറ്റു Q മൈനസ് R. അപ്പോൾ ഇവിടെ ഇപ്പോൾ 6 മൈനസ് 6 പറയുമ്പോൾ 0 ആണ്. അപ്പോൾ Q എപ്പോഴും ഇതായിരിക്കും, Q എപ്പോഴും 0 തന്നെയാണ് വരിക. ഓക്കെ, ഇവിടെ അടുത്തതിന് 1 ആയിരിക്കും വരിക. അപ്പോൾ NCR N എന്ന് പറയുന്നത് 6 ആണ്. പിന്നെ C എഴുതുന്നു 6, അടിയിൽ 6 എഴുതുക, 5 ആണ് ഇവിടുത്തെ 6. ഓക്കെ, 5 ഇൻറ്റു P ഇൻറ്റു Q ആണല്ലോ. അപ്പോൾ PR 5 ആണ് ഇവിടെ, അപ്പോൾ 5 എഴുതുന്നു 6. Q എന്ന് പറയുന്നത് N മൈനസ് 6 ആണ്. അപ്പോൾ 5 മൈനസ് N 6 അല്ലേ N. അപ്പോൾ 6 മൈനസ് 5 1. അപ്പോൾ തീർച്ചയായും ഈ ക്യൂവിൻ്റെ അവിടെ ഈ സംഖ്യകൾ തന്നെയാണ് വരിക, 1 വരിക. കാരണം N മൈനസ് 6 ആണ്. N എന്ന് പറയുന്നത് 6 ആണ്. ഇവിടെ 6 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 6 മൈനസ് 5 പറഞ്ഞാൽ 1. അപ്പോൾ ഈ സംഖ്യകൾ തന്നെയാണ് ഇവിടെ ക്യൂവിൻ്റെ അവിടെ വരിക. Pൻ്റെ അവിടെ ഈ സംഖ്യകളുമാണ് വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെ കാൽക്കുലേഷൻ ഇങ്ങനത്തെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അടുത്തതിന് നോക്കാം. NCR എന്ന് പറഞ്ഞാൽ N എന്ന് പറയുമ്പോൾ എപ്പോഴും 6 ആയിരിക്കും. ഇവിടെ 6 ആണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള N. അപ്പോൾ CR ഇവിടെ 4 ആണ് വരുന്നത്. ഓക്കെ, ഇൻറ്റു P 4 ഇൻറ്റു Q 2. ഓക്കെ, അടുത്തത്. അപ്പോൾ ഈസി ആയിട്ട് ഇനി ചെയ്യാൻ സാധിക്കും. 6 ആണ് ഇവിടെ എപ്പോഴും വരിക. അപ്പോൾ എല്ലായിടത്തും 6 തന്നെ വരിക. N എന്ന് പറയുന്ന 6 ആണ്. N എന്ന് പറയുന്ന 6 ആയതുകൊണ്ട് എല്ലായിടത്തും 6 വന്നു. C എല്ലായിടത്തും ഇട്ടു. 6 എന്ന് പറയുന്നത് എല്ലായിടത്തും ഡിഫറെൻ്റ് ആണ്. ഇവിടെ 3 ആണ് വരുന്നത്, ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 0. ഇൻറ്റു P ഇൻറ്റു Q, P ഇൻറ്റു Q, P ഇൻറ്റു Q, P ഇൻറ്റു Q. Pൻ്റെ ഇവിടെ ഇതിലത്തെ സംഖ്യ കൊടുക്കുന്നു 3, ഇവിടെയും 3. ഇവിടെ Pൻ്റെ ഇവിടെ 2, ഇവിടെ 4. Pൻ്റെ ഇവിടെ 1, ഇവിടെ 5, ഇവിടെ 0, ഇവിടെ 6. ഇങ്ങനെയാണ് ഫോർമുല എഴുതുന്നത്. ഓക്കെ, ഇനി ഇവിടെ കാൽക്കുലേഷൻ ചെയ്യാനുണ്ട്. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇവിടെ ആകെ ചെയ്യാനുള്ള ഈ ഒരു കാൽക്കുലേഷനൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പക്ഷേ ഇതറിയുന്നുണ്ടല്ല. 6, അതായത് 6C6 ഇതെങ്ങനെ ചെയ്യാമെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ 6C6 അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, 6C6 ഈ ഒരു പോർഷന്, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ഈ ഒരു പോർഷൻ എങ്ങനെ ചെയ്യാമെന്നാണ് ഫസ്റ്റ് നോക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 6നെ 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഇങ്ങനെ എഴുതി വയ്ക്കണം. അതാണ് ഈ C കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ കുറച്ച് മുന്നേ പ്രോബബിലിറ്റിൻ്റെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 6 ഇൻറ്റു 5 ഇൻറ്റു ഇങ്ങനെ എഴുതിയിട്ട് ഡിവൈഡഡ് ബൈ. അപ്പോൾ ഇത് എത്ര പ്രാവശ്യം എഴുതണം എന്നുള്ളതാണ് 6 പ്രാവശ്യം എഴുതണം. 1 2 3 4 5 6 പ്രാവശ്യം എഴുതി. ദെൻ അടിയിലും നമുക്ക് ഈ 6ൻ്റെതും എഴുതാം. 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഇങ്ങനെയാണ് 6C6 എഴുതുന്നത്. ഇവിടെ എഴുതാം 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു എത്ര വരും? 2/3 ഹോൾ 6ഉം ഇൻറ്റു അതേപോലെ തന്നെ Q എന്ന് പറയുന്നത് 1/3 ആണ്. 1/3 ഹോൾ 0 ആണ് വരുന്നത്. 6 മൈനസ് 6 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അത് 0 ആണ്, എഴുതണ്ട, Q വേണ്ട എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. P മാത്രം ഇവിടെ കാണിച്ചാൽ മതി. ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് 6C5 എങ്ങനെ എഴുതാൻ നോക്കാം. ഓക്കെ, അപ്പോൾ 6നെ 5 പ്രാവശ്യം ഇങ്ങനെ എഴുതണം. അപ്പോൾ 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 വരെ എഴുതിയാൽ മതി. 1 2 3 4 5 5ആയി അപ്പോഴേക്കന്നെ. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇനി 5ൻ്റെ ആണ് എഴുതേണ്ടത്. അപ്പോൾ 5 ഇൻറ്റു
4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. എത്ര സംഖ്യ വരെ എഴുതണം എന്നുള്ളത് ഈ അടിയത്തതനുസരിച്ചാണ്. 5 സംഖ്യ വരെ എഴുതണം. മേലത്തത് 6 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, അടിയത്തത് 5 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇൻറ്റു ഇതാണ് സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 6C5 എഴുതില്ല, അപ്പോൾ ആ സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ എഴുതാനാണ്. അപ്പോൾ പി എന്ന് പറയുന്നത് 2/3 ആണ്. 2/3 5 പ്രാവശ്യം ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ 1/3 ആണ്. അപ്പോൾ 1/3 അല്ലേ, 1/3 ആണ് ക്യൂ. 1/3 1 ഒരു പ്രാവശ്യം കാൽക്കുലേഷൻ ചെയ്യാനുള്ളതാണിത്. ഇനി 6C4 ഇതെങ്ങനെ ചെയ്യാൻ നോക്കുക. അപ്പോൾ 6 കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 4 സംഖ്യ എഴുതിയാൽ മതി. 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 വരെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് വരുമ്പോൾ ഇവിടെ 1 വരെ എഴുതും, ഇവിടെ 2 വരെ എഴുതും, ഇവിടെ 3 വരെ എഴുതും. അങ്ങനെയാണ് അത് വരിക. ഓക്കെ, ഇനി 4 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. മേലത്തും താഴത്തും ഒരേപോലെ ആയിരിക്കും വരിക. അതായത് കാരണം 6 സംഖ്യയാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. ഇവിടെ 5 സംഖ്യകൾ ഉണ്ടാവണം മേലും താഴെയും. ഇവിടെ 4 സംഖ്യകൾ മേലും താഴെ ഉണ്ടാവണം. മുകളിലത്തത് 6 വെച്ചിട്ടും താഴത്ത് 4 വെച്ചിട്ടുമാണ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൂ. ഓക്കെ, 3 2 1. പിന്നെ അടിയത്തെ എപ്പോഴും 1 ആയിരിക്കും ലാസ്റ്റ് വരിക. ഓക്കെ, ഇനി 6 വെച്ചിട്ട് 3 എഴുതിയാൽ മതി കേട്ടോ. 5 4 ഡിവൈഡഡ് ബൈ, ഇനി 3ൻ്റെ എഴുതാം. 3 2 1, അവിടെ 1 ലാസ്റ്റ് സ്റ്റാർട്ട് എൻഡ് ചെയ്തു. അടുത്തത് 6C2 എങ്ങനെ എഴുതാം. 6 ഇൻറ്റു 2 പ്രാവശ്യം എഴുതിയാൽ മതി, 5 ഇത്ര എഴുതിയാൽ മതി. പിന്നെ 2 ഇൻറ്റു 1. ഓക്കെ, ഇനി അടുത്തത് 6 ഒരു പ്രാവശ്യം എഴുതിയാൽ മതി, അടിയിൽ 1 ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അടുത്തത് 6 0 പ്രാവശ്യം, അതെ ഇവിടെ 0 വരാണ്. 0 പ്രാവശ്യം, 1 എഴുതണ്ടെന്നല്ല അതിൻ്റെ മീനിങ്. 0 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 1 എഴുതണ്ട. അപ്പം നമ്മളിവിടെ 1 എന്നാണ് കേട്ടോ. ഓക്കെ, ഇനി ഇൻറ്റു പി എന്ന് പറയുന്നത് 2/3 ആണ്. ഓക്കെ, 2/3 4 പ്രാവശ്യം ഇൻറ്റു 1/3 എത്ര പ്രാവശ്യം, 2 പ്രാവശ്യം ഇൻറ്റു ഇവിടെ 2/3 എത്ര പ്രാവശ്യം, 3 പ്രാവശ്യം ഇൻറ്റു 1/3 3 പ്രാവശ്യം. ഇവിടെ 2/3 2 പ്രാവശ്യം, 1/3 4 പ്രാവശ്യം ഇൻറ്റു 2/3 1 ഒരു പ്രാവശ്യം, 1/3 എന്ന് പറയുന്ന പി 5 പ്രാവശ്യം ഇൻറ്റു 1 ഇൻറ്റു 2/3 എന്ന് പറയുന്നത് ഇല്ല, 0 പ്രാവശ്യമാണ്. അപ്പം നമുക്കിത് എഴുതണ്ട. ഓക്കെ, ക്യൂ എന്ന് പറയുന്ന 1/3 എത്ര പ്രാവശ്യം, 6 പ്രാവശ്യം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ക്യൂ ഉണ്ടാവില്ല, എൻഡിങ്ങിൽ പി യു ഉണ്ടാവില്ല. ഓക്കെ, ഇത് എഴുതാൻ വളരെ സുഖമാണ്. ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെ 1 കളഞ്ഞിട്ട് 2 മുതൽ 3 4 5 6 1, പിന്നെ ഒന്നുമില്ലാതായി 0. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാനാണ്. അതായത് ഇതെല്ലാം ഗുണിച്ചിട്ട് അടിയത്തും ഗുണിച്ചിട്ട് ഇത് തമ്മിൽ ഹരിച്ചതും 2നെ 6 പ്രാവശ്യം ഗുണിക്കണം. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ ആൻസറും, അതേപോലെ തന്നെ 3നെ 6 പ്രാവശ്യം ഗുണിക്കണം. 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു അങ്ങനെ 6 പ്രാവശ്യം. ഇതും രണ്ടും ഗുണിച്ചതിന് ശേഷം ഇത് ഹരിക്കുക, ഇത് തമ്മിൽ ഗുണിക്കാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ 0.087 കിട്ടും. ഇവിടെ കിട്ടുന്നത് ഇതെല്ലാം ഗുണിച്ചു, ഡിവൈഡഡ് ബൈ ഇതെല്ലാം ഗുണിച്ചതിൻ്റെ ഇത് രണ്ടും ഹരിക്കാം. ഓക്കെ, അതേപോലത്തെ 2നെ 5 പ്രാവശ്യം ഗുണിച്ചിട്ടും 3നെ 5 പ്രാവശ്യം ഗുണിച്ചിട്ടും ഹരിക്കാം. 1നെ 1 പ്രാവശ്യം, അപ്പോൾ 1 തന്നെ വരിക. 3നെ 1 പ്രാവശ്യം, അപ്പോൾ 3 തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ 1/3 തന്നെയാണ് ഇവിടെ വരിക. എന്നിട്ട് ഇത് രണ്ടും ഗുണിക്കുക. ഇത് രണ്ടും ഗുണിക്കുക പറഞ്ഞാൽ 3 ഇൻറ്റു 3 9, 2 ഇൻറ്റു 1 അങ്ങനെയാണ് ഇത് ഗുണിക്കാറ്. നേരിട്ട് ഗുണിക്കാൻ നമുക്ക്. അടുത്തത് ഇവിടെ ഇത് രണ്ട് അപ്പോൾ ഇവിടെ ആൻസർ കിട്ടുന്നത് 0.263 ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ഇതെല്ലാം ഗുണിക്കുന്നു,
ഇത് ഗുണിക്കുന്നു, ഇത് തമ്മിൽ ഹരിക്കുന്നു. അതേപോലെ 2നെ 4 പ്രാവശ്യം, 3നെയും 4 പ്രാവശ്യം ഗുണിച്ചിട്ട് ഹരിക്കുന്നു. 1നെ 2 പ്രാവശ്യം, 1നെ എത്ര പ്രാവശ്യം ഗുണിച്ചാലും 1 തന്നെ വരിക. ഓക്കെ, ഇതാ 1 × 1 × 1 തന്നെയല്ലേ എത്ര പ്രാവശ്യം ഗുണിച്ചാലും വരിക. അപ്പോൾ 3നെ 2 പ്രാവശ്യം ഗുണിച്ചിട്ട് ഇത് തമ്മിൽ ഗുണിച്ചിട്ട് ഇത് ഗുണിക്കാം. അങ്ങനെ ഗുണിക്കുമ്പോൾ നമുക്ക് 0.32. ഓക്കെ, അടുത്തത് ഇത് 2 ഗുണിച്ചിട്ട് ഇത് 3 ഗുണിച്ചിട്ട് ഇത് 3 ഗുണിച്ചിട്ട് ഇത് ഹരിക്കുക. 2നെ 3 പ്രാവശ്യം, 3നെ 3 പ്രാവശ്യം അത് ഗുണിക്കുക. 1നെ 3 പ്രാവശ്യം, 3നെ 3 പ്രാവശ്യം. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് 0.219 വരും. ഓക്കെ, പിന്നെ അടുത്തതിൻ്റെ ആൻസർ വരുന്നത് 0.082 ആണ്. അടുത്തത് 0.016 ആണ്. അടുത്തത് 0.0013 ആണ്. ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബബിലിറ്റി 6. പിന്നെ ഇതിനെ നമ്മൾ ഒരു പ്രാവശ്യമേ ഈ എക്സാമുകളൊക്കെ എഴുതുന്നുള്ളൂ. 6 എക്സാമും എത്ര പ്രാവശ്യം 10 പ്രാവശ്യം എഴുതിയെന്നോ 100 പ്രാവശ്യം എഴുതിയെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ഒരു പ്രാവശ്യം എഴുതിയെന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ഒന്നാണ് ഫ്രീക്വൻസി കാണേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പ്രോബബിലിറ്റി കണ്ടു കഴിഞ്ഞു നമ്മൾ. ഓക്കെ, അപ്പോൾ ഇനി ഫ്രീക്വൻസി കാണേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ എത്ര പ്രാവശ്യമാണോ അതേ ഇൻറ്റു പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ 1 × 0.087 എന്ന് പറഞ്ഞാൽ തന്നെ ആ സംഖ്യ തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ വീണ്ടും ഇവിടെ 0. സെയിം സംഖ്യ തന്നെയാണ് കിട്ടുക. സോറി, ഇവിടെ 0.32. ഓക്കെ, ഒന്നുകൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ ഈ സെയിം സംഖ്യ തന്നെയാണ് കിട്ടുക. ഇതാണ് ആൻസർ. ഇത് ഫുള്ള് കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 1 കിട്ടുക. ഇത് ഫുള്ള് കൂട്ടി കഴിഞ്ഞാൽ 1 കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യുക. ഇത് ബൈനോമിയൽ എക്സ്പാൻഷൻ ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യാനുള്ള മെത്തേഡാണിത്. ഓക്കെ, അപ്പോൾ ഫോർമുല നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഘട്ടങ്ങളിൽ ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തത് ബാസ്കിൽസ് ട്രയാങ്കിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്തപ്പോൾ കിട്ടിയ ആൻസറുകളാണ് 1 കിട്ടി ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്ത സമയത്ത് നമുക്ക് ഫസ്റ്റ് കിട്ടിയ ആൻസർ ഇതായിരുന്നു 0.087. അത് തന്നെയായിരിക്കും ഇവിടെയും കിട്ടിയിട്ടുണ്ടാവുക 0.087. ഓക്കെ, രണ്ടാമത്തെ നമുക്ക് കിട്ടിയത് ഇതായിരുന്നു 0.26, 0.263. കറക്റ്റ് അല്ലേ? മൂന്നാമത് നമുക്ക് കിട്ടിയത് 0.329, 0.329 ആയിരിക്കും അപ്പുറത്ത്. ഓക്കെ, അടുത്തത് അപ്പോൾ ഇതും കിട്ടി. അപ്പോൾ ഇത് 0.21, 0.219. ഓക്കെ, സെയിം ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതും കിട്ടി. പിന്നെ 0.08, 0.08. പിന്നെ അടുത്തത് 0.016 ആണ്. ശരിയല്ലേ? 0.016 അതും കിട്ടി. പിന്നെ അടുത്തത് 0.001 ആണ്, 0.001. അപ്പോൾ അവിടെ ഇവിടെയും കിട്ടിയ ആൻസർ പ്രോബബിലിറ്റി കിട്ടിയത് സെയിം ആണ്. അത് കൂട്ടിക്കഴിഞ്ഞാൽ 1 കിട്ടും. അപ്പോൾ 2 രൂപത്തിൽ ചെയ്താലും നിങ്ങൾക്ക് സെയിം ആൻസറാണ് കിട്ടും. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം വേണം? ഒരു n വേണം. ഓക്കെ, അപ്പോൾ n ഉണ്ടായിരിക്കണം. ഇവിടെ n ഉണ്ട്. അതേപോലെ തന്നെ ഒരു p ഉണ്ടായിരിക്കണം, ഒരു q ഉണ്ടായിരിക്കും. ഓക്കെ, മേ ബി ചില കേസുകളിൽ ഫ്രീക്വൻസി കാണാൻ വേണ്ടി ഇവിടെ ഒരു എമൗണ്ട് ഉണ്ടാവും. ഇത് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ചെയ്തു എന്നുള്ളതാണ്, എത്ര ഐറ്റംസ് ഉണ്ട് എന്നുള്ളതാണ് n. അപ്പോൾ 6 എക്സാമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 6 n, 6 എക്സാം 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്താണ് ഇവിടെ വരിക, റിപ്പീറ്റേഷൻ. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് 2 ഇവിടെ വരും. അങ്ങനെ ഇവിടെ ഒരു ഐറ്റം ഉണ്ടാവും. അങ്ങനെ ഈ 4 കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ ഒന്നും പറയാത്തത് കൊണ്ട് ഇവിടെ ഒരു പ്രാവശ്യം ഈ പരീക്ഷ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ 1 കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. ഒരു പിയും ഒരു ക്യൂവും, അതായത് 2 ഔട്ട്കംസേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഒന്ന് ഫെയില്, ഒന്ന് സക്സസ്.
ഒന്ന് കിട്ടിയത് ഒന്ന് കിട്ടാത്തത്, അങ്ങനെ ഏതെങ്കിലും 2 ഔട്ട്കംസേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഇത്ര നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ടായിരിക്കും, അതായത് 6 എക്സാം അല്ലെങ്കിൽ 2 കോയിൻസ്, അങ്ങനെ ഇവിടെ ഒരു n ഉണ്ടായിരിക്കും, ഇവിടെ റിപ്പീറ്റ് ചെയ്ത ഒരു എമൗണ്ട് ഉണ്ടാക്കും. ഈ 4 കാര്യങ്ങളായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇവിടെ വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നോക്കാം. ഇവിടെ വേറെ ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും. 6 students from a BCom class have appeared a foundation examination. അപ്പോൾ 6 സ്റ്റുഡൻസ് ആണുള്ളത്. അപ്പോൾ n എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ. If the probability of qualifying examination is 3/5, അപ്പോൾ ക്വാളിഫൈ ചെയ്യാനുള്ള പാസ്സാവാനുള്ള സാധ്യത 3/5 ആണ്, 3ൽ 5 ഭാഗമാണ്. അപ്പോൾ പി എന്ന് പറയുന്നത് 3/5 ആണ്, അതും കിട്ടി. ഓക്കെ. അടുത്തത് കാൽക്കുലേഷൻ എക്സ്പെക്റ്റഡ് പ്രോബബിലിറ്റി ഓഫ് ഓൾ പോസിബിൾ ഇവൻറ്റ്സ്. അപ്പോൾ ഇതിനകത്ത് അവർ 6 എക്സാമാണ് എഴുതുന്നത്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. 6 എക്സാം എഴുതിനെ കുറിച്ചേ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കിതൊക്കെ കിട്ടുന്നുണ്ടെന്ന് നോക്കാം. n എന്ന് പറയുന്നത് 6 ആയിരിക്കും, പി എന്ന് പറയുന്നത് 3/5 ആണ്. അപ്പോൾ ബാക്കി 5ൽ 3 ഭാഗം പി ആണെങ്കിൽ ബാക്കിയുള്ള ഭാഗം, അതായത് 2 ഭാഗം ക്യൂ ആയിരിക്കും. അപ്പോൾ 2/5 ആണ് ക്യൂ. പിന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്തതൊന്നുമില്ല, പറയുന്നില്ല. അപ്പോൾ സോ 1 തന്നെ ആയിരിക്കും റിപ്പീറ്റേഷൻ. ഇത് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ. ഇതേപോലെ തന്നെയാണ് വരിക. ഇവിടെ പി ഉള്ളവിടത്ത് ചേഞ്ച് വരുള്ളൂ, കാരണം n 6 ആയതുകൊണ്ട്. അതേപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ, നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക, അത് ഈസി ആയതുകൊണ്ട്. അടുത്ത ഈ ഒരു ക്വസ്റ്റ്യനും ഞാൻ പറഞ്ഞു തരാം എങ്ങനെ ചെയ്യാന്നുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. എ ബാഗ് കണ്ടെയ്നിങ് 6 red balls and 4 green balls. If 4 balls are drawn at random at a time, find the probability that all balls are red. എല്ലാ ബോളും റെഡ് ആവാനുള്ള ചാൻസ്. all balls are green. എല്ലാ ബോളും ഗ്രീൻ ആവാനുള്ള ചാൻസ്. 1 red ball and 3 green ball ആവാനുള്ള ചാൻസ്. 2 balls each from both colors. എല്ലാ 2ന്നും 2 കളേഴ്സ് ആയിട്ട് വരാനുള്ള ചാൻസ്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ എ ബാഗ് കണ്ടെയ്നിങ് 6 ബോൾസ്. ഒരു ബാഗിൽ എന്തുണ്ട്? 6 ബോൾസ് ഉണ്ട്. 6 റെഡ് ബോൾസും 4 ഗ്രീൻ ബോൾസും ഉണ്ട്. ഇത് 4 ബോൾസ് ഇതിൽ നിന്ന് എടുക്കുകയാണ്. 4 ബോളുകൾ ഇതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഡ്രോൺ അറ്റ് റാൻഡം അറ്റ് എ ടൈം, ഓരോ സമയത്ത് ഓരോന്നേ എടുക്കുന്നുള്ളൂ. അത് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയി. ഓക്കെ. നമ്മൾ ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുള്ളൂ. ഒരു സമയത്ത് 2, 3, 4 എടുക്കുകയാണെങ്കിൽ മറ്റേ റിലേറ്റഡ് ആവും. അതായത് 2 എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഡിപ്പെൻഡഡ് ആയി പോകും. അപ്പോൾ അറ്റ് എ ടൈം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ. അപ്പോൾ ഒരേ സമയം തന്നെ 2 ബോളൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ഗ്രീൻ എടുത്ത സ്ഥിതിക്ക് മറ്റേത് അത് ആവാനുള്ള ചാൻസ്, അങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ അങ്ങനെ അറ്റ് എ ടൈമാണ്, ഓരോ ടൈമിൽ ഓരോന്നേ എടുക്കുന്നുള്ളൂ. സോ ഇതൊരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. സോ ഇതൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഓൾ ബോൾസ് ആർ റെഡ്. ഈ എടുക്കുന്ന 4 ബോളും റെഡ് ആവാനുള്ള സാധ്യത എത്രയാണ്? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓൾ ആർ ഗ്രീൻ. ഇത് 4ഉം ഗ്രീൻ ആവാനുള്ള സാധ്യത എത്രയാണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ 1 റെഡും 3 ഗ്രീനും ആവാനുള്ള ചാൻസ് എത്രയാണ്? അതായത് 1 റെഡും 3 ഗ്രീനും ആവാനുള്ള ചാൻസ് എത്രയാണ്? അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ 2 ബോൾ ഈച്ച് ഫ്രം ബോത്ത് കളർ. 2ന്നും, അതായത് 2 റെഡും 2 ഗ്രീനും ആവാനുള്ള ചാൻസ് എത്രയാണ്? അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഈ പ്രോബ്ലം എങ്ങനെയാണെന്ന് ചെയ്യാൻ നോക്കട്ടോ. അപ്പോൾ ഒരു ബാഗിനകത്ത് 6 റെഡ് ബോളും 4 ഗ്രീൻ ബോളും ആണ് ഉള്ളത്. അതിൽ 4 എണ്ണമാണ് എടുക്കുന്നുള്ളത്. ഈ ബാഗിനകത്ത് നിന്ന് 4 ബോളേ എടുക്കുന്നുള്ളൂ. അപ്പോൾ n എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ. നമ്മളിവിടേക്ക് n പറഞ്ഞത് 6 അല്ലായിരുന്നോ? ഇവിടെ n എന്ന് പറയുന്നത് 4 ആണ്. സോ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇവിടുത്തെ എമൗണ്ട് എഴുതുന്നത് എങ്ങനെയാണ്? n+1 എഴുതാന്ന് പറഞ്ഞു. അതാണ് ഇവിടെ 5 വന്നിട്ടുള്ളത്. കണ്ടോ? n+1. ഓക്കെ.
അപ്പോൾ ഇതിനകത്ത് 4 n എന്ന് പറയുന്നത് 4ആണ്. ഇനി നമുക്ക് എന്ത് വേണം? പി വേണം, ക്യൂ വേണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു അതും വേണം. അപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്ത, അതായത് 4 എടുക്കുന്നു എന്ന് പറഞ്ഞുള്ളൂ. 4 5 പ്രാവശ്യം എടുത്തു, 4 ബോൾ 7 പ്രാവശ്യം എടുത്തു, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അവിടെ. സോ റിപ്പീറ്റേഷൻ ഇല്ല, അപ്പോൾ 1 കൊടുക്കുക അവിടെ. പി എന്ന് പറയുന്നത് എത്രയാണ്? അതായത് 2 ഔട്ട്കം വേണമല്ലോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്. ഇവിടെ 2 ഔട്ട്കം എന്ന് പറയുന്നത് ഒന്ന് റെഡ് ബോളും ഒന്ന് ഗ്രീൻ ബോളുമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ പറഞ്ഞു 2 ഔട്ട്കങ്ങളാണ് ഇവിടെ എഴുതി വെക്കുക. ഫെയില് പിന്നെ സക്സസ് ആയിരുന്നു നേരത്തെ എഴുതിയത്. ഇവിടെ റെഡ് ഗ്രീന് 2 ഔട്ട്കങ്ങളാണ് ഉള്ളത്. അപ്പോൾ റെഡ് കിട്ടാനുള്ള സാധ്യത പിയിലും എഴുതുക, ക്യൂവില് ഗ്രീന് കിട്ടാനുള്ള സാധ്യത എഴുതുക. അപ്പോൾ റെഡ് കിട്ടാനുള്ളത് പറഞ്ഞാൽ റെഡ് എന്ന് പറയുന്നത് 6 എണ്ണമാണ്. 10 എണ്ണം ഉണ്ടല്ലോ ഇപ്പോൾ ഇവിടെ, 6ഉം 4ഉം 10. 10 എണ്ണത്തിൽ 6 എണ്ണം റെഡും 4 എണ്ണം ഗ്രീനും ആണുള്ളത്. ഓക്കെ, ഈ 10 എന്ന് ഇവിടെ തന്നിട്ടൊന്നുമില്ല, ഇത് കണ്ടാൽ തന്നെ അറിയാം. 6 എണ്ണം 6 റെഡ് ബോളും 4 ഗ്രീൻ ബോളും ആവുന്ന സമയത്ത് 10 എണ്ണം ഉണ്ട്. 10 എണ്ണത്തിൽ 6 എണ്ണം റെഡാണ്. അപ്പോൾ റെഡിൻ്റെ പോസിബിലിറ്റി ഇവിടെ പിയിലാക്കി എഴുതുക. ഗ്രീനിൻ്റെത് 4/10 ആണ്. ഓക്കെ, അങ്ങനെ ഇത് വെട്ടിപ്പോകുന്ന സംഖ്യകളായതുകൊണ്ട് നമുക്ക് ഇതിനെ ചുരുക്കാൻ സാധിക്കും. അപ്പോൾ 3/5, ഇതിനെ 2/5. അപ്പോൾ പിയും ക്യൂവും നമുക്ക് കിട്ടി. പി എന്ന് പറയുന്നത് 3/5ഉം ക്യൂ എന്ന് പറയുന്നത് 2/5ഉം ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ടോ? അതാ 3/5, 2/5. ഇത് ആൻസറാണ് കേട്ടോ ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ നമുക്കത് n കിട്ടി, പി കിട്ടി, ക്യൂ കിട്ടി. റിപ്പീറ്റേഷൻ ഇല്ല, അതുകൊണ്ട് 1 തന്നെ കൊടുക്കാം. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ആവുമ്പോൾ ഫ്രീക്വൻസിൻ്റെ ടേബിൾ ഇവിടെ ഒരു കോളം കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം റിപ്പീറ്റ് ചെയ്യുന്നത് പറയണില്ല, ഒരു പ്രാവശ്യമല്ലേ ചെയ്യുന്നുള്ളൂ. ഈ 4 ബോൾ ഒരു പ്രാവശ്യമല്ലേ എടുക്കുന്നുള്ളൂ. അപ്പോൾ 1 തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് 1 × പ്രോബബിലിറ്റി ആണല്ലോ. അപ്പോൾ ഇതുകൊണ്ട് 1 തന്നെ ഗുണിച്ച് കഴിഞ്ഞാൽ ഇത് ഈ സംഖ്യ തന്നെ വരും, വീണ്ടും 1 തന്നെ ഇവിടെ വരാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞിട്ട് ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് അവിടെയൊക്കെ ആരോ ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഇതെന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി കണ്ടിട്ട് അവരവിടെ കാണിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. 1 ആയതുകൊണ്ട്. 1 ആകുമ്പോൾ പിന്നെ വീണ്ടും ഈ സംഖ്യകളിൽ തന്നെയാണ് വരിക. ഓക്കെ, അങ്ങനെ പ്രോബബിലിറ്റി ഇവിടെ കണ്ടിട്ടുണ്ട്. ഇവിടെ എങ്ങനെ എഴുതിയിട്ടുള്ളത് നോക്കൂ. n വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇവിടെ റെഡ് ഗ്രീന്, ഞാൻ പറഞ്ഞു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് 2 ഔട്ട്കമാണ് ഉണ്ടായിരിക്കുക. ഇവിടെ 2 ഔട്ട്കം പറഞ്ഞാൽ റെഡും ആണ്, ഒന്ന് ഗ്രീനും ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ചും ഇവിടെ എഴുത്ത് മാറ്റം വരുന്നു. നേരത്തെ ഫെയിൽ ആൻഡ് സക്സസ് ആയിരുന്നു, ഇവിടെ റെഡ് ആൻഡ് ഗ്രീൻ ആണ്. അപ്പോൾ റെഡ് കിട്ടാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യൽ n വെച്ചിട്ടായിരിക്കും. 4 എണ്ണം, 4 റെഡ് 0 ഗ്രീന്, 3 റെഡ് 1 ഗ്രീന്, 2 കൂട്ടിയാൽ 4 കിട്ടണമല്ലോ. 2 ഗ്രീന്, 2 റെഡ് 2 ഗ്രീന്. ഓക്കെ, അപ്പോൾ 1 റെഡ് ആകുമ്പോൾ 3 എണ്ണം ഗ്രീൻ ആയിരിക്കും. 0 റെഡ്, 1 റെഡ് ആവുന്നില്ലെങ്കിൽ 4ഉം ഗ്രീൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എഴുതാൻ ഭയങ്കര സുഖമാണ്. ഈ ഏരിയ 4 വെച്ചിട്ട് എഴുതുക, 4, 3, 2, 1, 0 എഴുതുക. പിന്നെ ഇവിടെ എപ്പോഴും ഗ്രീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 വെച്ചിട്ടായിരിക്കും. 0, 1, 2, 3, 4 എഴുതുക. ഓക്കെ, ഇവിടെ 0 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും, n വെച്ചിട്ട് അവസാനിക്കും. n അറിയുമ്പോൾ 4. ഇവിടെ n വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും, 0 വെച്ചിട്ട് അവസാനിക്കും. ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലും അതുപോലെ തന്നെ ആയിരുന്നു. നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ സെയിം അതുപോലെ തന്നെയായിരുന്നു. n എന്ന് പറയുന്നത് 6 ആയിരുന്നു. 6 വെച്ചിട്ട് തുടങ്ങി 0 വെച്ചിട്ട് അവസാനിച്ചു. 0 വെച്ചിട്ട് തുടങ്ങി 6 വെച്ചിട്ട് അവസാനിച്ചു. ഓക്കെ, അതും സെയിം അതുപോലെ തന്നെ വരും. അപ്പോൾ ഇവിടെ ഇനി 4C4 എന്ന് പറയുന്നത് NCR, നമ്മൾ ഇക്വേഷൻ അങ്ങനെയാണല്ലോ. NCR ഇതാ, NCR × PR × QN-R. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എഴുതണ. അപ്പോൾ ഇതിനകത്ത് 4C4 ആണ്. അപ്പോൾ 4C4 NCR. ഓക്കെ, അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും 4 ആയിരിക്കും വന്നിട്ടുണ്ടാവുക. n എന്ന് പറയുന്നത് 4 ആണല്ലോ, അപ്പോൾ 4 ആണ് എല്ലായിടത്തും കാണിച്ചിട്ടുള്ളത്. C4 പറയുമ്പോൾ ഇവിടെ 6 പറയുന്നത് ഈ റെഡിൻ്റെ ഇവിടെ ഇതാണല്ലോ 6. സോ ഇവിടെ 4 കാണിക്കുന്നു. സീൻ്റെ താഴെയുള്ള ഇവിടെ 6 ആണല്ലോ, അപ്പോൾ 3, 2, 1, 0. 4, 3, 2, 1, 0 അതാണ് കാണിക്കുക. പിന്നെ P എന്നുള്ളിടത്ത് ഈ റെഡിൻ്റെ P പറഞ്ഞിട്ട് 4
Q0 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ P എന്നിട്ട് 4 Q0, P3 Q1, P2 P2, P1 Q3, P0 Q4. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഈ ഫോർമുല എഴുതാൻ സാധിക്കും. ഇത് തുടർന്ന് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞതിൽ കാണിച്ചതാണ്. ഓക്കെ, എങ്ങനെ ചെയ്യണം. അങ്ങനെ നമ്മൾക്ക് ഈ ഒരു ഇക്വേഷൻ കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷം പ്രോബബിലിറ്റി കിട്ടും. ഈ കിട്ടിയ പ്രോബബിലിറ്റി എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആയിരിക്കും. അത് എല്ലാ ക്വസ്റ്റിനും 1 ആയിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ ഓരോ പ്രോബബിലിറ്റിയും കണ്ടു. ഇത്രയും